ഹായ് ഡിയർ കുട്ടീസ്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക ആനിമൽ കിങ്ഡത്തിന്റെ തന്നെ പാർട്ട് 2 എക്സാമ്പിൾസ് കൂടുതലുള്ള പാർട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള കോഡാണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 മേജർ ഫൈലവും അവരുടെ എക്സാമ്പിൾസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? യെസ്, നമ്മൾ എക്കിനോഡെർമേറ്റയും അതുപോലെ തന്നെ നിഡേറിയൻസിന്റെ എക്സാമ്പിൾ, അവരുടെ ജനറൽ സയന്റിഫിക് നെയിം പഠിക്കാനുള്ള ഈസി കോഡ് ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ എക്സാമ്പിൾസ് ഉള്ള ഒരു ഫയൽ ഉണ്ടല്ലേ, നമ്മുടെ നോൺ കോഡേറ്റ്സ് വരുന്ന ആരാ അത്? യെസ്, മൊളസ്ക. അപ്പൊ മൊളസ്ക ഫൈലത്തിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസും അവരുടെ ജനറൽ സയന്റിഫിക് നെയിം പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊളസ്ക എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാന്ന് നോക്കാണ്. ടു സ്റ്റാർട്ട് വിത്ത് ഇതാണ് ഒരു പിക്ടോറിയൽ കോഡാണ്. എഗെയിൻ നോക്കിക്കോ, നമുക്ക് മൊളസ്ക പഠിക്കാനുള്ള കോഡ് മോൾ ഉറങ്ങുക. ഇതാണ് സീൻ, ഒരു മോൾ ഉറങ്ങുന്ന സീനാണ്. അപ്പൊ സീൻ ആലോചിക്കേ, ഇതാ ഒരു മോൾ ഉറങ്ങാണ്, ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങാണ്. അടുത്തൊരു കുട്ട ആപ്പിൾ ഇരിപ്പുണ്ട്. അവിടെ ദാ അപ്പുറത്തൊക്കെ കുട്ടികള് ജനലിൽ കൂടെ നോക്കുമ്പോ അപ്പുറത്തൊക്കെ കുട്ടികൾ കയറ്റൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്. ഇതാണ് സീൻ. ഈ സീൻ ഓർക്കുമ്പോ തന്നെ നമുക്ക് ഇവിടെ എല്ലാ എക്സാമ്പിൾസും അവരുടെ ജനറൽ സയന്റിഫിക് നെയിമും കിട്ടും. നോക്കിയാലോ. ടു സ്റ്റാർട്ട് വിത്ത് മോൾ ഉറങ്ങുമ്പോ മോളുടെ കട്ടിലിനടുത്ത് ഒരു സെറ്റ് ആപ്പിൾ ഇരിക്കാണ്. അപ്പൊ എനിക്കൊരു കുട്ട ആപ്പിൾ ഇരിക്കുകയാണ്. പൈൽ ഓഫ് ആപ്പിൾ എന്ന് പറയാം. പൈല, ദാറ്റ് ഈസ് പൈൽ ഓഫ് ആപ്പിൾ ആണ് ആപ്പിൾ സ്നെയിൽ. പൈല ഈസ് ആപ്പിൾ സ്നെയിൽ. ഓക്കെ, ഇനി ഈ ആപ്പിൾ ഒന്നും കഴിക്കാതെ മോളെന്ത് ചെയ്യുക? കട്ടിൽ കിടന്ന് ഉറങ്ങാണ്. കട്ടിൽ അല്ലെങ്കിൽ ദാ സോഫ പോലത്തെ കട്ടിൽ, അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക കട്ടിൽ ഫിഷ്, ദാറ്റ് ഈസ് സെപ്പിയ. സോഫ എന്ന് ആലോചിക്കുക, സെപ്പിയ കട്ടിൽ ഫിഷ്. ഇടക്കിടന്ന് ഉറങ്ങുമ്പോ നിങ്ങൾ നോക്കിയേ, ഈ കുഞ്ഞ് മിഠായി ഒക്കെ കഴിക്കുന്ന, ഈ ആപ്പിൾ ഒന്നും കഴിച്ചിട്ടേ ഇല്ല. ദേ ഇത് കഴിക്കുന്ന ലോലിപോപ്പ് ആണ്, ലോലിഗോ സ്ക്വിഡ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ മിഠായി ഒക്കെ കഴിച്ച് കിടന്നുറങ്ങുന്നോണ്ട് തന്നെ ഈ മോള് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ദേ കൊന്ത്ര പല്ല വന്നിരിക്കുന്ന, പല്ലൊക്കെ ഇങ്ങനെ ഉണ്ടി വന്നിട്ടുണ്ട്. ഡെന്റാലിയം, ഡെന്റൽ എന്ന് പറഞ്ഞ പല്ലാണല്ലേ, ഡെന്റാലിയം ടസ്ക് ഷെൽ, കൊമ്പല്ല് പോലത്തെ പല്ലാണ് വന്നിട്ടുള്ളത്, ഡെന്റാലിയം ടസ്ക് ഷെൽ. ഇനി ഈ മോളെ ഒന്ന് ജനറലി ഫീച്ചേഴ്സ് നോക്കുമ്പോ, മോള് ഉറങ്ങുമ്പോ ദേ ഒരു പേള് മാലയിട്ടാണ് ഉറങ്ങുന്നത്. പേൾ ഓയിസ്റ്റർ വിച്ച് ഇസ് പിങ്ക് ചാട, പിന്നെ വെച്ച് കോർത്ത പേളെന്ന് ആലോചിക്കുക, പിങ്ക് ചാട പേൾ ഓയിസ്റ്റർ. ഈ മോളുടെ അടുത്ത് എന്തുണ്ട്? ദേ ഒരു ചെറിയ റാബിറ്റിനെ കെട്ടിപ്പിടിച്ചാ കിടക്കുന്നത്, ദാറ്റ് ഈസ് ഹെയർ റാബിറ്റ്. അപ്പു എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അഫൈസിയ സീ ഹെയർ, അഫൈസിയ സീ ഹെയർ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഓർക്കാം. ആൻഡ് ഫൈനലി കുട്ടി എന്തോ സ്വപ്നം കണ്ട് ഉറങ്ങുകയാണ്. ഒരു ഡെവിളിനെ സ്വപ്നം കാണാൻ, ഡെവിൾ ഫിഷ് ആണ് ഒക്ടോപ്പസ്. ഓക്കെ, അപ്പൊ ദാ ഇത്രയും പിക്ചറിന് നമുക്ക് കിട്ടിയ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കാം. പൈൽ ഓഫ് ആപ്പിൾ, ദാറ്റ് ഈസ് പൈല ആപ്പിൾ സ്നെയിൽ. കുട്ടി കട്ടിൽ കിടന്നുറങ്ങുന്നു, കട്ടിൽ ഫിഷ്, ദാറ്റ് ഈസ് സോഫ പോലത്തെ കട്ടിലാണ്, സെപ്പിയ. ഇനി ഉറങ്ങുമ്പോൾ ലോലിഗോ ആണ്, ഈ ആപ്പിൾ ഒന്നും കഴിക്കാതെ ലോലിഗോ ആണ് ഉറിഞ്ചി കിടന്നുറങ്ങുന്നത്, ലോലിഗോ ദാറ്റ് ഈസ് സ്ക്വിഡ്. ലോലിപോപ്പ് ആണ് ഉറിഞ്ചി കിടക്കുക, ലോലിഗോ സ്ക്വിഡ്. അങ്ങനെ അപ്പൊ പല്ലിന് എന്ത് പറ്റി? പല്ലിങ്ങനെ തള്ളി വന്നു, ടസ്ക് ദാറ്റ് ഈസ് ഡെന്റാലിയം, പല്ല് തള്ളി വന്നു. പിന്നെ നമ്മൾ പറഞ്ഞ കുട്ടിയുടെ കഴുത്തിൽ ഒരു മാല, പേൾ മാല, പിന്നെ വെച്ച് കോർത്ത പേൾ മാല, പിങ്ക് ചാട പേൾ ഓയിസ്റ്റർ. കുട്ടിയുടെ അടുത്ത് ആരെ കിടത്തിയിരിക്കാണ്? ഒരു ചെറിയ ഹെയർ, ഒരു റാബിറ്റിനെ കിടത്തുകയാണ്. അതിന്റെ പേരാണ് അപ്പു, അഫൈസിയ സീ ഹെയർ. ആൻഡ് കുട്ടി എന്തോ സ്വപ്നം കണ്ട് കിടക്കുക. എന്താ സ്വപ്നം കണ്ട് കിടക്കുന്ന? ഒരു ഡെവിൾ ഫിഷ്, ദാറ്റ് ഈസ് ഒക്ടോപ്പസ്. ഇനി ഇതേ സമയം ഈ കർട്ടന്റെ ബാക്കി നിങ്ങൾ നോക്കിയാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക കൈറ്റ് വെച്ച്, ദാറ്റ് ഈസ് കേർട്ടൻ വെച്ച്. നിങ്ങൾക്ക് ആലോചിക്കാം, കൈറ്റൻ ആണ് കീറ്റോപ്ലൂറ. കൈറ്റ് വെച്ച് കളിക്കുന്നു, കൈറ്റോ എന്ന് ആലോചിക്കാം, കീറ്റോപ്ലൂറ. അപ്പൊ കൈറ്റൻ, കീറ്റോപ്ലൂറ. കട്ടന്റെ ബാക്കിൽ നിങ്ങൾ കാണാ, കൈറ്റന്റെ ബാക്കിൽ നിങ്ങൾ കാണാൻ എന്താണ്? കീറ്റോപ്ലൂറ. കൈറ്റ് വെച്ച് കളിക്കുന്ന കുട്ടികളെയാണ് കീറ്റോപ്ലൂറ. സോ കൈറ്റൻ ഈസ് കീറ്റോപ്ലൂറ. ഇത്രയും ആലോചിക്കുമ്പോൾ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് യുവർ മൊളസ്ക ഇസ് കംപ്ലീറ്റഡ്. അപ്പൊ എല്ലാവരും തന്നെ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞപ്പോ മക്കൾ എല്ലാരും ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ,
So now let's move to the next example. അപ്പൊ ആദ്യം നമ്മൾ മോളസ്കയുടെ ഒരു ബിഗ് ലോങ് എക്സാമ്പിൾ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോർഡിനേറ്റ്സിലേക്കാണ്. അപ്പൊ കോർഡിനേറ്റ്സ് തന്നെ കുറച്ച് ലെങ്തി എക്സാമ്പിൾസ് ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ക്ലാസ്സസ് ഉണ്ട്. അതിൽ ഒരു ക്ലാസ് ആണ് ക്ലാസ് കോൺട്രാക്ടൈസ് കാർട്ടിലേജിയസ് ഫിഷസ്. ഈ കാർട്ടിലേജിയസ് ഫിഷസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന വൺ ഓഫ് എൻ എക്സാമ്പിൾ ക്വസ്റ്റ്യനുമാണ്. അപ്പൊ കാർട്ടിലേജിയസ് ഫിഷസിന്റെ ജനറൽ സയന്റിഫിക് നെയിം പഠിക്കാനുള്ള ഒരു വെർബൽ കോഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ദാ നോക്കിക്കോടാ. ടു എസ്പിസിറ്റി ഇലക്ട്രിക് ഡോഗ് സോ ഗ്രേറ്റ് സീൻ. ടു എസ്പിസിറ്റി ഒരു സിറ്റിയിലേക്ക് പോകുമ്പോ ഇലക്ട്രിക് ഡോഗ് എന്ത് ചെയ്യുന്നു? ഗ്രേറ്റ് സീൻ അവിടെ കാണാം. അപ്പോൾ ഈ ടു എസ്പിസിറ്റി എന്ന് പറയുന്നത് എല്ലാം അതിന്റെ സയന്റിഫിക് നെയിമും ഇലക്ട്രിക് ഡോഗ് സോ ഗ്രേറ്റ് സീൻ എന്ന് പറയുന്നത് അതിന്റെ ജനറൽ നെയിമുമാണ്. ഇനി നോക്കിയാലോ. ടു ടോർപിഡോ, എസ് സ്കോയിലോഡൻ, പി പ്രിസ്റ്റിസ്, സി സിറ്റിഡെ, സി കാർക്കഡോഡൻ ആൻഡ് ടി വൈ ട്രൈഗൺ. ഓക്കെ അല്ലേ? ഇനി അവരുടെ റെസ്പെക്റ്റീവ് നെയിംസ് എന്താണെന്ന് പറഞ്ഞാൽ ടോർപിഡോ ടു ഇലക്ട്രിക് റേ ആണ്, സ്കോയിലോഡൻ ഡോഗ് ഫിഷ് ആണ്, പ്രിസ്റ്റിസ് സോ ഫിഷ് ആണ്, കാർക്കഡോഡൻ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആണ് ആൻഡ് ട്രൈഗൺ ഈ സ്ട്രിംഗ് റേ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് കാർട്ടിലേജിയസ് ഫിഷസ്, അവരുടെ സയന്റിഫിക് ആൻഡ് കോമൺ നെയിം. ഇതിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയി ചോദിക്കുക ടോർപിഡോയും ട്രൈഗണുമാണ്. ട്രൈഗൺ സ്ട്രിംഗ് റേയും ടോർപിഡോ ഇലക്ട്രിക് റേയും ആണ്. ഇത് സാധാരണയായിട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിന് ഒരുപാടധികം പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെങ്കിൽ നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. Try this question out and give the answer in your comment box. അപ്പൊ ഇതുപോലെ ഇനി അനിമൽ കിങ്ഡത്തിലെ മറ്റ് ഡിഫറെന്റ് ഫൈലംസും അല്ലെങ്കിൽ ക്ലാസ്സസ് പഠിക്കാനുള്ള കോഡ്സും അതുപോലെ കാർട്ടിലേജിയസ് ബോണി ഫിഷസിന്റെ എക്സാം ഡിഫറൻസ് ഒരു ഡയഗ്രാം വെച്ച് പഠിക്കാനും ഒക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. See you. Bye.